ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗൗരവകരമായ അന്വേഷണങ്ങളിൽ ഒന്നായി മാറുകയാണ്. ക്ഷേത്രത്തിലെ പ്രധാന തന്ത്രി കണ്ഠരര് രാജീവ് കേസിൽ റിമാൻഡിലായതോടെ അന്വേഷണം പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. നിലവിൽ സ്വർണ്ണക്കൊള്ള കേസിൽ കുടുങ്ങിയ തന്ത്രിക്ക് മേൽ ഇപ്പോൾ പുതിയൊരു കുരുക്ക് കൂടി മുറുകുന്നു. പമ്പയിൽ സ്ഥാപിക്കാനായി കൊണ്ടുവന്ന ദ്വാരപാലക ശില്പപാളികൾ പുറത്തേക്ക് കടത്തിയ കേസിലും തന്ത്രിയെ പ്രതിയാക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു. ശബരിമലയിലെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ നൽകിയ മൊഴിയാണ് ഈ കേസിൽ തന്ത്രിക്ക് വിനയായത്. ദ്വാരപാലക ശില്പപാളികൾ പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രിയുടെ പൂർണ്ണ അറിവോടെയും സമ്മതത്തോടെയുമാണെന്ന് പത്മകുമാർ മൊഴി നൽകി. ഒരു ആചാരത്തിന്റെ ഭാഗമെന്നോ അറ്റകുറ്റപ്പണിക്കെന്നോ വ്യാജേനയാണ് ഇത്തരം നിർണായകമായ ലോഹപാളികൾ പുറത്തേക്ക് കടത്തപ്പെട്ടതെന്നാണ് സംശയിക്കുന്നത്. ഇത് സംബന്ധിച്ച് കോടതിയുടെ അനുമതി തേടി തന്ത്രിയെ ദ്വാരപാലക കേസിൽ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ.